മാതിരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തത്സമയ സംപ്രേഷണമുള്ള മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ, പൊന്നാനിയുടെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ ജോർജ് ബുഷിനെ അഗാധമായി സ്നേഹിച്ച ഒരൊറ്റ ആളുണ്ടോ മക്കളെ? പിന്നെ ഏത് ഇന്ത്യക്കാരാ ജോർജ് ബുഷിനെ അഗാധമായി സ്നേഹിക്കുന്നത്? രണ്ട് സ്ഥാനാർത്ഥികളാണ് ജോർജ് ബുഷിനെ സ്നേഹിക്കുന്നത്. ഒന്ന് ഇവിടുത്തെ സ്ഥാനാർത്ഥി, ഒന്ന് അപ്പുറത്തെ സ്ഥാനാർത്ഥി. ഇതാണ് മലപ്പുറം ജില്ലയിൽ ആകെ ജോർജ് ബുഷിനെ സ്നേഹിക്കുന്നവര്. വേറെ ആരാ മലപ്പുറം ജില്ലയിൽ ജോർജ് ബുഷിനെ സ്നേഹിക്കുന്നവർ, അഗാധമായി സ്നേഹിക്കുന്നവർ? അയാളെ ഒരു ഷൂ എടുത്ത് എറിഞ്ഞപ്പോ ആ ഷൂവിന് 40 കോടി രൂപ വില പറയുന്ന അവസ്ഥ ഉണ്ടായില്ലേ മക്കളെ? ആ ഷൂവിനെ പറ്റി മാത്രം അറേബ്യയിൽ മാത്രം 200 കവിതകൾ രചിക്കപ്പെട്ടില്ലേ? മുന്തദിർ ഉസൈദ് എന്ന ചെറുപ്പക്കാരൻ സെക്കൻഡുകൾ കൊണ്ട് ലോകത്തെ മുഴുവൻ വിമോചന പോരാളികളുടെയും വീരപുരുഷനായി മാറിയില്ലേ? ആ മുന്തദിർ ഉസൈദിന് 3 കൊല്ലം ശിക്ഷിക്കപ്പെട്ടപ്പോഴും ഈജിപ്തിലെ കോടീശ്വരന്മാര് പറയുന്നില്ലേ, ജോർജ് ബുഷിനെ ഷൂ വലിച്ചെറിഞ്ഞ ആ മുന്തദിർ ഉസൈദ് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറയുന്ന അവസ്ഥയില് മുന്തദിർ ഉസൈദിനെ ഹുസ്നി മുബാറക് എന്ന സാമ്രാജ്യത്വത്തിന്റെ പാദസേവകന്റെ നാട്ടിലെ പ്രമുഖരായ സമ്പന്നന്മാരായ ഈജിപ്ഷ്യന്മാരായ സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവമുള്ളവർ പറയുന്നില്ലേ, ഈ ജോർജ് ബുഷിനെ സ്നേഹിക്കുന്നു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അഗാധമായി സ്നേഹിക്കുന്നു എന്ന്. ഏത് ജോർജ് ബുഷ് US ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച ഉപരോധം UN നടപ്പാക്കിയതിന്റെ പേരിൽ 5 ലക്ഷം പിഞ്ചു മക്കളാണ് ഇറാഖിന്റെ തെരുവോരങ്ങളിൽ പട്ടിണി കടന്ന് മരിച്ചത് മക്കളെ. 5 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ഒന്നാം ഇറാഖ് അധിനിവേശത്തിൽ 2 ലക്ഷം നിരപരാധികൾ കൊല്ലപ്പെട്ടു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ അഫ്ഗാനിലും ഇറാഖിലും അഴിച്ചുവിട്ട അതികഠിനമായ അതിക്രൂരമായ നരനായാട്ടിൽ 15 ലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ടു. അപ്പോഴെല്ലാം ജോർജ് ബുഷിനെ ഇന്ത്യയിലെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്നാ മൻമോഹൻ സിംഗ് പറഞ്ഞത്. തീർന്നില്ല. ഇസ്രായേൽ ഫലസ്തീനിലെ ഗാസയിൽ ബോംബിട്ട് 100 കണക്കിന് ആളുകളെ കൊന്നപ്പോൾ, അവിടുത്തെ 1000 സഹോദരിമാർ ആക്രമിക്കപ്പെട്ടപ്പോൾ, 100 പള്ളികൾ തകർക്കപ്പെട്ടപ്പോൾ, നിരവധി പള്ളിക്കൂടങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ, ഗാസയിലെ 51% കുട്ടികൾ മനോരോഗം ബാധിച്ചിരിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് മനോരോഗത്തിന് ചികിത്സ കൊടുത്തില്ലെങ്കിൽ അവർ ഭ്രാന്തന്മാരായി അലഞ്ഞു തിരിയുന്ന അവസ്ഥയുണ്ടാകുമെന്ന് പല കമ്മീഷനുകളും അവിടെ പോയി കാര്യങ്ങൾ കണ്ട പലരും റിപ്പോർട്ട് ചെയ്യുന്നു, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 51% കുഞ്ഞുങ്ങൾ, ഒരു നാട്ടിലെ കുഞ്ഞുങ്ങൾ മൊത്തം മനോരോഗത്തിന് അടിമപ്പെടത്തക്കവണ്ണം ആ നാട്ടിലെ 1000 കൊല്ലപ്പെടുകയും 100 കബന്ധങ്ങൾ കൊന്നുകൂടുകയും നമ്മൾ കണ്ടില്ലേ? ഒരു പിഞ്ചു കുഞ്ഞിനെ അവിടേക്ക് കടന്നു ചെന്ന ഇസ്രായേലിന്റെ കിരാതന്മാരായ പട്ടാളക്കാർ വെടിവെച്ചപ്പോൾ ആ കുഞ്ഞ് പിടഞ്ഞു വീണപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് നായ അഴിച്ചു വിട്ടിട്ട് ജീവന് വേണ്ടി കേഴുന്ന ആ കുഞ്ഞിനെ ഇസ്രായേൽ പട്ടാളക്കാരന്റെ നായ കടിച്ച് കീറി ഇഞ്ചിഞ്ചായി കൊന്നു തീർക്കുമ്പോൾ ഈ ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരലനക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന് കഴിഞ്ഞോ? ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം നിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന് കഴിഞ്ഞോ? ആ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഇന്ത്യയിലെ 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടെന്ന പേരില് അവരോട് എപ്പോഴും സാമ്രാജ്യത്വ ശക്തികളുടെ മുന്നിൽ പോയി രാജ്യത്തിന് വേണ്ടി മൂക്കുകൊണ്ട് റാവരയ്ക്കുന്ന മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരലനക്കാൻ കഴിഞ്ഞോ മക്കളെ? ഇല്ലെങ്കിൽ ആ ഇസ്രായേലിനോടുള്ള അടങ്ങാത്ത വിധേയത്വത്തിനും അമേരിക്കയോടുള്ള അടങ്ങാത്ത വിധേയത്വത്തിനുമെതിരെ ഇതൊരു ചെറിയ കാര്യമല്ല. ചാവേസ് ഉണ്ടല്ലോ, വെനിസ്വേലയുടെ ചാവേസ്.